കണ്ണൂർ നെസ്റ്റോയിൽ നിന്നും വാങ്ങിയ ചിക്കനിൽ പുഴുവിനെ കണ്ടെത്തിയെന്ന വാർത്ത വ്യാജമെന്ന് നെസ്റ്റോ ഗ്രൂപ്പ്. വ്യാജ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നെസ്റ്റോ അധികൃതർ. പെരുന്നാൾ ദിവസം വാങ്ങിയ ചിക്കനിലാണ് പുഴുവിനെ കണ്ടതായ ആരോപണമുയർന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് നെസ്റ്റോ അധികൃതർ. സാധാരണയായി ഫ്രഷ് ചിക്കൻ മുറിച്ച് കഷ്ണങ്ങളാക്കിയാണ് നൽകാറ്. എന്നാൽ ആരോപണമുന്നയിച്ച കസ്റ്റമർ കഷ്ണങ്ങളാക്കാതെയാണ് ചിക്കൻ വാങ്ങിയത്. പിന്നീട് 3 മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തി ആരോപണം ഉന്നയിക്കുകയായിരുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് 900 കിലോയിലേറെ ചിക്കൻ വിറ്റിരുന്നു. ഇതിലൊന്നും ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, കസ്റ്റമർ നെസ്റ്റോയിലെത്തി ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് നെസ്റ്റോ അധികൃതർ പോലീസിനെ വിളിക്കുകയായിരുന്നു. ഉടൻ പോലീസ് സ്ഥലത്തെത്തി ബഹളമുണ്ടാക്കിയവരെ മാറ്റി. ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി സ്റ്റോറിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ അലി നവാസ് പറയുന്നു. അതായത് കസ്റ്റമർ ഇവിടെ പെരുന്നാൾ ദിവസം കസ്റ്റമറുടെ പർച്ചേസിന് വേണ്ടി വന്നു. അവർ 11 മണി സമയത്താണ് കസ്റ്റമറുടെ പർച്ചേസിന് വേണ്ടി വന്നത്. അവർ നമ്മുടെ ബുച്ചറി സെക്ഷനിൽ നിന്നും ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചു. സാധാരണ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചാൽ അവർ കട്ട് ചെയ്തിട്ടാണ് സാധാരണ കസ്റ്റമർ വാങ്ങിക്കാറുള്ളത്. അയാൾ ഇത് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ സ്റ്റാഫ് കട്ട് ചെയ്യാതെ തന്നെയാണ് കസ്റ്റമർക്ക് ഈ സാധനം കൊടുത്തത്. പിന്നീട് ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം വീണ്ടും ആ കസ്റ്റമർ ഇവിടെ വരികയും ഇതിൽ പുഴുവിനെ കണ്ടു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് നമുക്ക് അപ്പോഴും മനസ്സിലായില്ല. കാരണം നമ്മൾ ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം ഏകദേശം 2 ദിവസങ്ങളിലായിട്ട് ഒരു 900 കിലോൻ്റെ അടുത്ത് ഇവിടെ ഈ ഫ്രഷ് ചിക്കൻ വിട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു ഇഷ്യൂസും ഒരു കസ്റ്റമർ ഭാഗത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കസ്റ്റമർ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അവരിവിടുന്ന് വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ നമ്മളിവിടെ പോലീസിനെ വിളിക്കുകയും പോലീസ് വന്ന് കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ ബാക്കിയുള്ള മുഴുവൻ ചിക്കനുകളും ചെക്ക് ചെയ്തു. അതിലൊന്നും ഒരു പുഴുവിൻ്റെ ഒരു അംശം ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന നെസ്റ്റോയിൽ ദിവസവും 3500ഓളം ഉപഭോക്താക്കൾ എത്തുന്നുണ്ട്. ഏറ്റവും വിലക്കുറവിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ നൽകുന്നു എന്നതാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള താപനിലയിലാണ് ചിക്കൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നെസ്റ്റോയിൽ സൂക്ഷിക്കുന്നത്. മാത്രമല്ല, ദിവസവും രാവിലെയും വൈകിട്ടുമാണ് മത്സ്യ-മാംസ ഉൽപ്പന്നങ്ങൾ നെസ്റ്റോയിൽ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഴകിയ സാധനങ്ങൾ ഉണ്ടാവുകയുമില്ല. ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് വ്യാജ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ മനഃപൂർവ്വം സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്റ്റോർ ഹെഡ് ജിബിൻ കെ മാത്യു പറഞ്ഞു. നമ്മളിനി കമ്മിങ് ഡേയ്സിൽ ഏപ്രിൽ 4 തൊട്ട് 7 വരെ നമ്മൾ 99 ഡീൽസ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളിതുവരെ നെസ്റ്റോയ്ക്ക് തന്ന എല്ലാ പിന്തുണയ്ക്കും കണ്ണൂരിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് നമ്മൾ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ഒരു വിഷയം തികച്ചും ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങളിത് കരുതണം. നെസ്റ്റോയെ നിങ്ങൾ സ്നേഹിക്കുകയും നെസ്റ്റോയിൽ വരികയും ഫാമിലിയായിട്ട് വരികയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാഫിനെ മോശമായി പറയുക, അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, വരുന്ന കസ്റ്റമറെ തടഞ്ഞു നിർത്താൻ, നമ്മുടെ ആ ദിവസത്തെ പ്രവർത്തനങ്ങൾ മൊത്തം തടയാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വന്നത്. നമുക്ക് ആസ് പെർ ദ കമ്പനി പോളിസി പല സൊല്യൂഷൻസും ഉണ്ട് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊന്നും പരിശോധിക്കാനോ നമുക്കൊരു സാവകാശം തന്നില്ല. അവസാനം നമ്മൾ തന്നെയാണ് ഈ കസ്റ്റമർ നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ തന്നെയാണ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. അങ്ങനെ ടൗൺ പോലീസ് ടീം വന്നിട്ടാണ് ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. ഇവർ ടൗൺ പോലീസിൻ്റെ ടീം വന്നിട്ടും അവരോട് സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. അവർ ഒച്ചപ്പാടും ബഹളവും അസഭ്യ വർഷവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവസാനം പോലീസ് വന്നിട്ട് അവരെ ടൗൺ സ്റ്റേഷനിലേക്ക് നമ്മൾ സ്റ്റോർ ടീമിനെ അവരെയും കൂടെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അത് അത്രമാത്രമാണ് ഇവിടെ നടന്നത്. അല്ലാതെ പോലീസ് വന്ന് പിടികൂടി എന്നുള്ള രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിച്ചത്. പോലീസിനെ നമ്മളാണ് വിളിച്ചത്. നമ്മുടെ സ്റ്റോറിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോലീസിനെ വിളിച്ചത്. അല്ലാതെ പോലീസ് വന്ന് പിടികൂടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിന് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് ഇവിടുത്തെ മീഡിയകൾ അറിയുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 137 പരം ഔട്ട്ലെറ്റുകളുള്ള വ്യാപാര ശൃംഖല അപകീർത്തിപ്പെടുത്തി തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും വ്യാജ ആരോപണത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ ഷിജുവും വ്യക്തമാക്കുന്നു. ഇന്ന് ഈ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ന് ഇവിടുത്തെ മീഡിയ ഇത് ഏറ്റെടുത്തു. ചില മീഡിയാസ് അത് പബ്ലിസിറ്റിയിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ ഒരു മീഡിയ എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ 2 ഭാഗം കേട്ടിട്ട് വേണമായിരുന്നു അവരത് പബ്ലിക്കിലേക്ക് പോകേണ്ടത്. 1-2 മീഡിയാസ് അവർ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പൂട്ടി എന്ന് വരെ പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാലും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇതുവരേക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ചെക്ക് ചെയ്തു, അവരത് ഓക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വളരെ സുഗമമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ട് ന്യൂസ് കൊടുക്കുന്ന ഒരു മീഡിയ ആയിട്ട് മാറണം. റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ നമ്മൾ ശക്തമായിട്ടുള്ള ലീഗലി മൂവ് ചെയ്യാൻ ഉള്ള തീരുമാനം ആയിട്ടുണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കാരണവശാലും
നമ്മളിതിനകത്ത് ഒരു മിസ്റ്റേക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റ് സൈഡിലോ വന്നിട്ടില്ല. അത് കാരണം നമ്മൾ ഇതിൻ്റെ ഈ കൊടുത്തിരിക്കുന്ന മീഡിയയെ അഗെയിൻസ്റ്റ് 1-2 മീഡിയ അതിൻ്റെ റോങ് ഇൻഫർമേഷൻസ് നമ്മുടെ കൺസെൻറ്റ് ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ശക്തമായിട്ട് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. കൂടുതൽ മികച്ച ഓഫറുകളും ഗുണമേന്മയുമുള്ള ഉൽപ്പന്നങ്ങളുമായി നെസ്റ്റോ ഉപഭോക്താക്കൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും നെസ്റ്റോ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.